നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആസ്ക വേഴ്സസ് ചാർലോട്ട് ഫ്ലെയർ. ഈ മാച്ചിൽ എന്തുകൊണ്ടാണ് ചാർലോട്ട് ഫ്ലെയർ വിൻ ചെയ്തത് ന്യൂ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യനായെന്ന്, അതിൻ്റെ റിയൽ റീസൺ എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോട്ട് കിടക്കുമ്പോൾ നിങ്ങളിതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ആ ബെല്ലൈക്ക് കൂടി എന്നെ വിളിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ചാർലോട്ട് ഫ്ലെയർ ന്യൂ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യനായെന്ന്. അതിൻ്റെ റിയൽ റീസൺ എന്താണെന്ന് വെച്ചാൽ റെസിൽമേനിയ 35 ഇപ്പം ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ് നടക്കുന്നത്. ചാർലോട്ട് ഫ്ലെയർ വേഴ്സസ് ബിക്കി ലിഞ്ച് വേഴ്സസ് റോണ്ട റൗസിയായിട്ട് മാച്ച്. ഈ മാച്ചിന് ഇപ്പം വളരെ വലിയ ഹൈപ്പുള്ള മാച്ച് തന്നെയാണ് ഇപ്പോൾ റെസിൽമേനിയ 35 നടക്കുന്നത്. ഇതുവരെ റെസിൽമേനിയ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇവൻറ്റിൽ ഇതുവരെ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഇതുവരെ മെയിൻ ഇവൻ്റായിട്ട് വെച്ചിട്ടില്ല. അപ്പം ഈ മാച്ച് ആദ്യമായിട്ടാണ് റെസിൽമേനിയയിൽ മെയിൻ ഇവൻ്റായിട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ WWE വളരെ വലിയ പ്രതീക്ഷയുള്ള മാച്ചാണിത്. അതുകൂടാതെ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വലിയ സപ്പോർട്ടുള്ള മാച്ച് തന്നെയാണിത്. ഈ മാച്ചിന് വളരെ ഹൈപ്പുള്ള മാച്ചാണ്, അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് WWE. ഇപ്പം കുറച്ചുകൂടെ അതിൻ്റെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചാർലോട്ട് ഫ്ലെയറിനെ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യൻ ആക്കിയത് ഇന്നത്തെ നടന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡ് വെച്ച്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ചാർലോട്ട് ഫ്ലെയർ ന്യൂ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യൻ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ റെസിൽമേനിയ 35 നടക്കുന്നത് ചാർലോട്ട് ഫ്ലെയർ വേഴ്സസ് ബിക്കി ലിഞ്ച് വേഴ്സസ് റോണ്ട റൗസി. ഈ മാച്ച് റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് പ്ലസ് സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യൻഷിപ്പാണ്. അപ്പം ഈ രണ്ട് ചാമ്പ്യൻഷിപ്പും ഉള്ള മാച്ചാണിത്. അപ്പം ഇന്നത്തെ ആര് വിൻ ചെയ്യുന്നോ ആ ആൾക്ക് രണ്ട് ചാമ്പ്യൻഷിപ്പ് ലഭിക്കുന്നതാണ്. റോ വുമൻസ് ചാമ്പ്യനും അതേപോലെ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യൻ ആവുന്നതാണ് ഈ റെസിൽമേനിയ നടക്കുന്ന ഈ ട്രിപ്പിൾ ത്രെഡ് മാച്ച് വിജയിക്കുന്ന ആൾക്ക് ലഭിക്കുന്നത്. ഇങ്ങനൊരു മാച്ചിന് വേണ്ടിയാണ് WWE ചാർലോട്ട് ഫ്ലെയറിനെ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യൻ ആക്കിയത് ഇന്ന് നടന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വെച്ച്. ഈ മാച്ചിൽ വിജയിക്കുന്ന ആൾക്ക് ചിലപ്പം റോണ്ട റൗസി ആയിരിക്കും ചിലപ്പം വിജയിക്കുന്നത്, അല്ലെങ്കിൽ ബിക്കി ലിഞ്ച് ആവാം, ചിലപ്പം ചാർലോട്ട് ഫ്ലെയർ ആവാം. ഇത് ആര് വിജയിക്കുന്നു ആ ആൾ രണ്ട് ചാമ്പ്യൻ ആവുന്നതാണ്. അതേപോലെ സ്മാക്ക് ഡൗണിലെ വുമൻസ് ചാമ്പ്യനും അതേപോലെ റോ വുമൻസ് ചാമ്പ്യൻ ആവുന്നത്. ഈ മാച്ച് WWE ഹിസ്റ്ററിയിൽ ഇടം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് WWE ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ വലിയ ഹൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാച്ച് തന്നെയാണ് ഈ റെസിൽമേനിയ നടക്കുന്ന മെയിൻ ഇവൻ്റായിട്ട് വെക്കുന്നത് ഈ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യൻഷിപ്പും അതേപോലെ റോ വുമൻസ് ചാമ്പ്യൻഷിപ്പിൻ്റെ മാച്ച്, ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ച്. ഈ മാച്ചിൽ വിജയിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ആരാണ് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ബിക്കി ലിഞ്ചാണ്. ബിക്കി ലിഞ്ചിന് വളരെ വലിയ പുഷാണ് WWE കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അടുത്ത ചിലപ്പം റോ വുമൻസ് ചാമ്പ്യനും അതേപോലെ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യനും ബിക്കി ലിഞ്ച് ആവാനാണ് വളരെ ചാൻസ് ഉള്ളതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ റെസിൽമേനിയ നടക്കുന്ന ഈ മെയിൻ ഇവൻറ്റ് മാച്ച് ട്രിപ്പിൾ ത്രെഡ് മാച്ചിൽ ആരായിരിക്കും വിജയിക്കാൻ, നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ തട കമൻറ്റ് ചെയ്യുക. നിങ്ങളിതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്ക് കൂടി എന്നെ വിളിക്കുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.